സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഒത്തിരി പേര് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് ഇലക്ഷൻ റിസൾട്ടുമായി ബന്ധപ്പെട്ട് മെഗാ ഈവൻ്റ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൻ്റെ പരക്കം പാച്ചിൽ എങ്ങനെ പണമാക്കി മാറ്റാം എന്ന വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. അതിനായിട്ട് ഒരു ചെറിയ സിമ്പിൾ സ്ട്രാറ്റജിയും ഇതിൻ്റെ കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം കൂടി ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ, അതായത് അരമണിക്കൂറിൽ കൂടുതൽ സമയം ഒരു വീഡിയോ എത്തരുത് എന്നൊരു കണ്ടീഷൻ എനിക്കുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ സ്ട്രാറ്റജി ഉൾപ്പെടുത്താൻ പറ്റില്ലെങ്കിൽ അടുത്ത വീഡിയോ കാണാൻ ശ്രമിക്കുക. സോ നോക്കാം എന്തൊക്കെയാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ എന്തൊക്കെയാണ് നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വിഷയം ഇലക്ഷൻ റിസൾട്ട് മാർക്കറ്റിൻ്റെ പരക്കം പാച്ചിൽ നമുക്ക് എങ്ങനെ പണമാക്കി മാറ്റാം എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എഡ്യൂക്കേഷണൽ കണ്ടൻറ്റാണ് ഞാൻ ഡെലിവറി ചെയ്യുന്നത്. എന്താ പറയുക, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോവുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഈ ചാനൽ ഇതുവരെയും ഇവിടെ എത്തിയിട്ടുള്ളത്. അതും കൂടി ഓർത്തുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത്. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ട് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. കാരണം അത് പ്രകാരമാണ് അടുത്ത വീഡിയോയിലേക്ക് എനിക്ക് മൂവ് ചെയ്യാൻ പറ്റുക. കാരണം നേരിട്ട് ഒരു ലൈവ് സെഷൻ അല്ല, ഇതൊരു വൺ സൈഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന് താഴെ രേഖപ്പെടുമ്പോൾ അത് അടുത്ത വീഡിയോ ചെയ്യുന്നതിന് മുൻപായിട്ട് ഞാനത് മുഴുവൻ ഒന്ന് വായിച്ച് നോക്കാറുണ്ട്. അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്ന ഫീഡ് കൂടി ഉൾപ്പെടുത്തിയാണ് അടുത്ത വീഡിയോ ചെയ്യുക. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ, നിങ്ങളുടെ കമ്മ്യൂണിറ്റീസിലേക്ക് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ട് സമാധാനപൂർണ്ണമായ രീതിയിൽ എന്തൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഞാനിവിടെ പറയുന്ന കാര്യങ്ങളിൽ ഇവിടുത്തെ ഇത് ഇപ്പം പ്രധാനമായിട്ടും നമ്മൾ രാഷ്ട്രീയമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ എൻ്റെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഞാൻ പറയുന്നതിൽ ഏതെങ്കിലും രാഷ്ട്രീയപരമായ ചായ്വോ വേർതിരിവോ ഒന്നും തന്നെ കാണാൻ ശ്രമിക്കരുത്. ഇതിൽ നമ്മൾ പക്ക പണം, പൈസ എന്ന ഒരു കൺസെപ്റ്റിലേക്കാണ് പോകുന്നത്. ഒരു മേജർ ഈവൻറ്റ് മാർക്കറ്റിൽ നടക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നടക്കുകയാണ്. അപ്പോൾ ആ ഈവൻറ്റിൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് നമുക്ക് പോസിറ്റീവായ ഇലക്ഷൻ റിസൾട്ട് എന്തായാലും അതിൻ്റെ രീതിക്ക് തന്നെ വരുള്ളൂ. ഏത് പാർട്ടി ഭരിച്ചാലും എല്ലാം തന്നെ രാജ്യത്തെ ഭരണങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ളത്. ഭരണം മാറിയാലും മാറിയില്ലെങ്കിലും അതൊക്കെ അതിൻ്റേതായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. അപ്പോൾ ഈ ഒരു സ്പെസിഫിക് ഡേയിൽ ഈ റിസൾട്ട് വരുമ്പോൾ ട്രേഡേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻസ്, അത് അവരെ പോലെ തന്നെ നമുക്കും ചിലർക്ക് നഷ്ടമായിരിക്കാം, ചിലർക്ക് ലാഭമാക്കി മാറ്റാൻ സാധിക്കും. അതപ്പോൾ ഈ പരക്കം പാച്ചിൽ നമുക്ക് പണമാക്കി മാറ്റാം എന്നുള്ളത് മാത്രമാണ് വിഷയമല്ലാതെ എൻ്റെ രാഷ്ട്രീയമോ ഞാൻ ഏതെങ്കിലും പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയെ ഇകഴ്ത്തി കാണിക്കാനോ അല്ലെങ്കിൽ വേർതിരിവോ ചായ്വോ ഒന്നും തന്നെ ഇതിനകത്ത് നിങ്ങൾ കാണാൻ ശ്രമിക്കരുത് ദയവായിട്ട്. അഥവാ ഞാൻ പരമാവധി ശ്രദ്ധിച്ചാണ് സംസാരിക്കുന്നതിലും കൂടി എവിടെയെങ്കിലും അങ്ങനെ ഒരു ടങ് സ്ലിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് ഇപ്പം തന്നെ ക്ഷമ ചോദിക്കുകയാണ്. ഒരു രീതിയിലും ഒരാളെ പുകഴ്ത്താനോ ഇകഴ്ത്താനോ ഞാൻ ഈ വീഡിയോ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് മുൻകൂട്ടി അറിയിച്ചുകൊണ്ടാണ് ഇന്നിത് പോകുന്നത്. അപ്പോൾ ഇലക്ഷൻ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഇലക്ഷൻ റിസൾട്ട് ഇന്ന് പറയാൻ പറ്റും, പിന്നെ പ്രത്യേകിച്ച് ഈ സ്ട്രാറ്റജിയുടെ ആവശ്യമില്ലല്ലോ അല്ലേ. ഇലക്ഷൻ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത് ആർക്കും തന്നെ പറയാൻ സാധിക്കില്ല. പക്ഷേ നമുക്ക് 3 സാധ്യതകൾ അവിടെ കണ്ടെത്താൻ പറ്റും. എന്തായിരിക്കും ആദ്യത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത്? നമ്മുടെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിക്ക് വൻ ഭൂരിപക്ഷത്തിൽ അവർ വിജയിച്ച് വരിക എന്നുള്ളത്. സ്വാഭാവികമായിട്ടും അവിടെ എന്താണ് അതിൻ്റെ ഔട്ട്കം എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിക്ക് ഒരു വൻ ഭൂരിപക്ഷം കിട്ടി അവർ ഭരണത്തിൽ വീണ്ടും വന്ന് കയറുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? മാർക്കറ്റിൽ ഒരു വൻ മുന്നേറ്റം ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. മാർക്കറ്റിൽ അമ്മാതിരി പാച്ചിൽ കയറിപ്പോവും. ചിലപ്പോൾ നിഫ്റ്റിയൊക്കെ 25,000 ഒക്കെ എത്തിയേക്കാം. ഞാൻ അങ്ങനെ ഒരു പ്രോമിസിങ് അല്ല നടത്തുന്നത്, അത് ഞാൻ വളരെ കെയർഫുള്ളാണ്. കാരണം റാസ് ലെവൽസിലുള്ള പ്രിഡിക്ഷൻ പോലും കൃത്യമായി എത്തിയിട്ടില്ലെങ്കിൽ അവിടെ ഭയങ്കരമായിട്ട് മോശമായിട്ട് സംസാരിക്കുന്ന ലിസണേഴ്സ് അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്കാരുണ്ട് എന്ന തിരിച്ചറിവ് കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഒരു ഫാൾസ് പ്രോമിസിങ് അല്ല നടത്തുന്നത്. പക്ഷേ ഇപ്പോൾ റൂളിംഗ് പാർട്ടിക്ക് ഒരു 3rd സ്റ്റേജിലേക്ക് അവർക്കൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മാർക്കറ്റ് പോസിറ്റീവായിട്ട് തന്നെ എടുക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി തന്നെ വീണ്ടും ഭരണത്തിൽ വരുമ്പോൾ മാർക്കറ്റിൻ്റെ പോളിസീസ് കാര്യങ്ങളെല്ലാം തന്നെ അതേപോലെ തുടരാനും ഇപ്പോൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന പല ബിസിനസ്സുകളും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റിൽ ഒരു വൻ മുന്നേറ്റത്തിന് അത് അവർ കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും കാര്യങ്ങളും കൂടുതൽ നിക്ഷേപങ്ങൾ നടത്താനും മാർക്കറ്റിന് നല്ല രീതിയിൽ പമ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇനി മറ്റൊരു സിറ്റുവേഷൻ വന്നേക്കാം, ഭരണ മുന്നണിക്ക് മിനിമം ഭൂരിപക്ഷത്തിൽ അവർക്ക് ഭരണം കിട്ടുന്ന ഒരവസ്ഥ. അതായത് ജസ്റ്റ് കഷ്ടിപ്പാസ് എന്ന് പറയുന്ന അവസ്ഥയിൽ ഒരു ഭരണം, പുതിയ മന്ത്രിസഭ വരികയാണെങ്കിൽ
അത് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മാർക്കറ്റിലുണ്ടാക്കും. മാർക്കറ്റിൽ കാരണം ആൾക്കാരുടെ വിശ്വാസം നിലനിർത്താൻ പറ്റാത്തൊരവസ്ഥയുണ്ടാവും. വലിയ വലിയ ഇൻവെസ്റ്റേഴ്സിന്, ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ ഇനി എന്താകും എന്നൊരു ഭയങ്കരമായ ഒരു ഉത്കണ്ഠ അവിടെ വരും. കാരണം പ്രധാനമായിട്ടുണ്ടാകുന്ന പ്രശ്നം ഇപ്പോൾ പോകുന്ന പാർട്ടിക്ക് അതേപോലെ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടാവും. അതുവഴി ഭരണമുന്നണിക്ക് കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരും. അത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ വിശ്വാസം നഷ്ടപ്പെടുത്താൻ അല്ലെങ്കിൽ അവർക്ക് ഒരു ആത്മവിശ്വാസം ഇല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിനു മുൻപുണ്ടായ ഗവൺമെൻറ്റുകളുടെയൊക്കെ അവസ്ഥയിൽ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. സോ അതാണ് ഇതിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു ജസ്റ്റ് പാസ് ആണെങ്കിൽ മാർക്കറ്റിൽ വലിയ മൂവ്മെൻ്റ് ഒന്നും തന്നെ പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ നല്ല ഭൂരിപക്ഷത്തിൽ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി വിജയിക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ നല്ല മൂവ്മെൻ്റ് ഉണ്ടായേക്കാം. ഇനി മൂന്നാമത്തെ ഒരു സിറ്റുവേഷനും വന്നേക്കാം അല്ലേ, ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി ഭൂരിപക്ഷം കിട്ടാതെ പരാജയപ്പെടുന്ന അവസ്ഥ, അല്ലെങ്കിൽ അവർ ഒരു തട്ടിക്കൂട്ട് മന്ത്രിസഭ, അവർക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല, മറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയൊക്കെ കൂട്ടി മറ്റ് പാർട്ടികളെയൊക്കെ കൂട്ടി ഒരു എന്താ പറയുക ഒരു മുന്നണിയായിട്ട് അവർ ഭരിക്കുന്ന ഒരവസ്ഥ, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഓപ്പോസിഷൻ നല്ല ഭൂരിപക്ഷത്തിൽ വന്നിട്ട് ഓപ്പോസിഷൻ വിജയിച്ച ഒരു ഗവൺമെൻറ് രൂപീകരിക്കുന്ന അവസ്ഥ. ഈ ഒരു സിറ്റുവേഷൻ പലപ്പോഴും മാർക്കറ്റിൽ ഒരു ഫോൾ ഉണ്ടാക്കാൻ കാരണമാകും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉള്ള പാർട്ടി തന്നെ വിജയിക്കുകയാണെങ്കിൽ അവർ പിന്തുടർന്ന് വരുന്ന കുറേ പോളിസീസ് അതേപോലെ ഇനിയും ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റിലേക്ക് പണം പമ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നാൽ ഭരണം മാറി, പാർട്ടി മാറി എന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ പുതിയ റൂളിംഗ് പാർട്ടിക്ക് എന്തായിരിക്കും അവരുടെ പോളിസീസ്, ഓരോ കാര്യങ്ങളെ അവരെങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുക, അവരെങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുക എന്നത് നോക്കിയിട്ട് മാത്രമേ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ മാർക്കറ്റിലേക്ക് പണം പമ്പ് ചെയ്യുള്ളൂ. ആ സമയത്തേക്കാണെങ്കിൽ മിക്കവാറും ഗോൾഡിലേക്കായിരിക്കും പൈസ നല്ല രീതിയിൽ പോവുക, ഗോൾഡ് കത്തിക്കറി പോകുന്ന ഒരവസ്ഥയുണ്ടാവും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പുതിയ ഗവൺമെൻറ് വരികയാണ്, പുതിയ പാർട്ടി പുതിയ ഗവൺമെൻറ് രൂപീകരിക്കുകയാണെങ്കിൽ, പുതിയ മുന്നണി പുതിയ ഗവൺമെൻറ് രൂപീകരിക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ഒരു ടെമ്പററി ആയിട്ടൊരു ഫോൾ ഉണ്ടാവും. ഒരു സ്ഥിരമായിട്ടുള്ളൊരു ഫോൾ എന്ന് ഞാൻ പറയുന്നില്ല, ടെമ്പററി അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷനിലേക്ക് പോകും. അപ്പ് ഡൗൺ ഇങ്ങനെ പോയി ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല. ഒരു 5 ദിവസം മുകളിലോട്ട്, 5 ദിവസം താഴോട്ട്, 5 ദിവസം മുകളിലോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കാരണം ആൾക്കാർക്ക് കൃത്യമായൊരു ഡയറക്ഷൻ കിട്ടാതെ കൺസോൾട്ടേഷനിൽ കുറേ നാളങ്ങ് പോകും. കുറേ നാളുണ്ടാവില്ല. അത് ഈ പുതിയ ഗവൺമെൻറ്റിൻ്റെ, പുതിയ സർക്കാരിൻ്റെ ബഡ്ജറ്റ് അവതരണത്തിന് ശേഷം മാർക്കറ്റിൽ കൃത്യമായ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും. അത് മുകളിലോട്ടായാലും താഴോട്ടായാലും. ബജറ്റിന് ശേഷം ഏത് ഗവൺമെൻറ് ആയാലും ബജറ്റിന് ശേഷം ഒരു മൂവ്മെൻറ്റ് സ്വാഭാവികമായിട്ടും ഉണ്ടാവാറുണ്ട്. എന്തുകൊണ്ടാണെന്നാൽ അതിനകത്ത് മാർക്കറ്റിനെ ബൂസ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും മാർക്കറ്റിൽ നല്ല മുന്നേറ്റം ഉണ്ടാവും. അതിപ്പോൾ ഇപ്പോൾ ഉള്ള മുന്നണി ആയാലും, ഇപ്പോൾ ഭരിക്കുന്ന റൂളിംഗ് പാർട്ടി ആയാലും, അല്ലെങ്കിൽ ഓപ്പോസിഷൻ ആര് ഭരണത്തിൽ വന്നാലും ശരി, ബജറ്റിന് ശേഷം ഉറപ്പായിട്ടും നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട 3 സാധ്യതകളാണ്. ഒന്ന്, റൂളിംഗ് പാർട്ടി നല്ല ഒരു ഭൂരിപക്ഷത്തിൽ, അതായത് ഏകദേശം ഒരു 350 സീറ്റിൻ്റെ മുകളിൽ കിട്ടുന്ന ഒരവസ്ഥ. അങ്ങനെ വന്നു കഴിഞ്ഞാലും അവർക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ളൊരു 400ൻ്റെ മുകളിലുണ്ടെങ്കിലാണ് പറയുന്നത് കേൾക്കുന്നത്. പക്ഷേ എങ്കിൽ കൂടി 350ൻ്റെ മുകളിൽ വരുമ്പോൾ തന്നെ നല്ല രീതിയിലൊരു ഭൂരിപക്ഷമായി അവർക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റും. ഇനി ഒരു 272 എന്നുള്ളത് ഒരു 300ൻ്റെ താഴെ, 280ൻ്റെയൊക്കെ താഴെയാണ് വരുന്നതെങ്കിൽ ജസ്റ്റ് പാസ്സാകുന്ന ഒരവസ്ഥയിലാണെങ്കിൽ അവർക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പോൾ ഓപ്പോസിഷൻ ഇവരുടെ അത്ര തന്നെ ഓപ്പോസിഷൻ സൈഡിലും ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരുടെ എല്ലാത്തിനും സമാധാനം പറയുക, അങ്ങനെ കാര്യങ്ങൾ പാസ്സാക്കി എടുക്കുക എന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ട്. മൂന്നാമത്തെ പറഞ്ഞാൽ 250 അതിൻ്റെ താഴെ സീറ്റുകളിൽ വന്നിട്ട് മറ്റുള്ളവരെ കൂടി സ്വതന്ത്രമായ സ്ഥാനാർത്ഥികളെ കൂടെ കൂട്ടിയിട്ട് മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്ക്യൂസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അവരുടെ പോളിസീസ് കൃത്യമായിട്ട് നടപ്പാക്കാൻ പറ്റാതെ വരും. ഇനി അതേ സിറ്റുവേഷനിൽ ഇവർക്ക് ഒരു തൂക്ക് മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റാതെ ഓപ്പോസിഷൻ പാർട്ടി, ഇപ്പോൾ പ്രതിപക്ഷത്തുള്ള ആൾക്കാരെല്ലാവരും കൂടി ഒരു 300 സീറ്റിൻ്റെ മുകളിൽ ഒന്നിച്ച് വന്ന് അവർ ഗവൺമെൻറ് രൂപീകരിക്കുകയാണെങ്കിൽ അവിടെ മാർക്കറ്റിൽ പുതിയ ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് എന്താണെന്നുള്ള ഒരു ധാരണ കിട്ടാത്തതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുകയും, അതായത് പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുകയും മാർക്കറ്റ് താഴോട്ട് പോയിട്ട് പിന്നീട് ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം മാർക്കറ്റ് പൂർവ്വസ്ഥിതിയിൽ കയറി മാർക്കറ്റ്
ഡിസൈൻ ചെയ്തിരിക്കുന്നത് മുകളിലോട്ട് പോകാനാണ്. അപ്പോൾ ഏത് ഗവൺമെൻറ് വന്നാലും മാർക്കറ്റിനെ ഇടിയാൻ സമ്മതിക്കില്ല, അതിനെ മുകളിലോട്ട് തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ലോകം ഇന്ത്യയെ നോക്കിക്കാണുന്ന ഈ മാർക്കറ്റുകളിലൂടെയാണ്. മാർക്കറ്റിൽ നല്ല മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അവിടെ നല്ല ബിസിനസ് നടക്കും, നല്ല ഇൻഡസ്ട്രിയിൽ നല്ല ബൂമിംഗ് ഉണ്ട് എന്നൊക്കെയാണ് സാധാരണക്കാർ ലോകത്തുള്ള എവിടെയുള്ള ആൾക്കാരായാലും തിരിച്ചറിയുക. അപ്പോൾ ആ രീതിയിൽ മാർക്കറ്റിനെ താഴോട്ട് പോകാൻ ഒരു ഗവൺമെൻറ്റും അനുവദിക്കില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിൽ 2019 ഏകദേശം ചിത്രം വളരെ ക്ലിയർ ആയിരുന്നു, റൂളിംഗ് പാർട്ടിക്ക് തന്നെ കിട്ടും എന്നുള്ളത്. പക്ഷേ ഇപ്രാവശ്യം അത്ര കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല എന്നതൊരു സത്യം തന്നെയാണ്. അതുകൊണ്ട് മാർക്കറ്റ് എന്ത് സംഭവിക്കും, ഇലക്ഷനിൽ റൂളിംഗ് പാർട്ടിക്ക് ഭരണം കിട്ടാതിരിക്കാം, ഇത് രണ്ടും സംഭവിക്കും എന്ന രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും. അപ്പോൾ മാർക്കറ്റ് ഇരുവശത്തേക്കും പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ബൈ ഡയറക്ഷണലായിട്ടുള്ള നമുക്ക് ലോസ് വരാത്ത രീതിയിലുള്ള സ്ട്രാറ്റജി തന്നെ ഫോളോ ചെയ്യേണ്ടി വരും. അതായത് ചൊവ്വാഴ്ച മാർക്കറ്റ് ഒരു പക്ഷേ ഒരു 500 പോയിന്റ് മുകളിലോട്ടും പോയേക്കാം, അല്ലെങ്കിൽ 500 പോയിന്റ് താഴോട്ടും പോയേക്കാം എന്ന തീരുമാനത്തിൽ തന്നെ തിങ്കളാഴ്ച മാർക്കറ്റ് വിട്ട് പോകണം എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണിത്. കാരണം ഇപ്പം മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകും എന്ന് കരുതി കഴിഞ്ഞാൽ ഒരു പക്ഷേ മാർക്കറ്റ് താഴോട്ട് പോയാൽ എന്ത് ചെയ്യും, നമുക്ക് അവിടെ നഷ്ടം വരും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിപ്പെട്ടു പോകരുത് എന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പോൾ IV നല്ല രീതിയിൽ കൂടി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ്റെ പ്രീമിയം വളരെ കൂടുതലാണ്. അപ്പോൾ റിസൾട്ട് വന്ന് ഒരു വൺ സൈഡ് തീരുമാനമായി കഴിഞ്ഞാൽ റൂളിംഗ് പാർട്ടിക്ക് ഭരണം ഉണ്ടോ ഇല്ലയോ, അല്ല തൂക്കുമന്ത്രിസഭയാണോ എന്നൊക്കെ കാര്യത്തിൽ ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ IV കുറയാൻ തുടങ്ങും. റൂളിംഗ് പാർട്ടിക്ക് നല്ല ഭൂരിപക്ഷം ഉണ്ട്, അവർ ഭരണം തുടരുന്നുണ്ട് കഴിഞ്ഞാൽ ഡയറക്ഷൻ അപ് സൈഡിലേക്ക് തീരുമാനമായി, അതോടുകൂടി IV ഇടിയാൻ തുടങ്ങും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓപ്ഷൻ്റെ പ്രീമിയം കുറയും. സിംപ്ലി പറയുകയാണെങ്കിൽ 250 രൂപയ്ക്ക് തിങ്കളാഴ്ച വാങ്ങിച്ച ഓപ്ഷൻ ചൊവ്വാഴ്ച ഇപ്പോൾ റൂളിംഗ് പാർട്ടിക്ക് നല്ല ഭൂരിപക്ഷം ഉണ്ട്, 350 സീറ്റിൻ്റെ മുകളിലൊക്കെ ഉണ്ട് എന്ന് കരുതി കഴിഞ്ഞാൽ മാർക്കറ്റ് നന്നായി കയറും. പക്ഷേ പ്രീമിയം ആ 250, 240, 100 രൂപ എത്രയാണ് നിങ്ങൾ വാങ്ങിച്ചതെന്ന് കാര്യമായിട്ട് മുകളിലോട്ട് കയറില്ല. എന്തുകൊണ്ടാണെന്ന് ബാക്ക് എൻഡിൽ IV കുറഞ്ഞു വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയൊരു പ്രോഫിറ്റിലേക്ക് അത് പോവില്ല എന്ന ഇതുണ്ട്. അപ്പോൾ ഒരു 50% ഒക്കെ IV ക്യാഷ് വന്നു കഴിഞ്ഞാൽ ഹോൾഡ് ചെയ്യുന്ന പൊസിഷനിൽ മാർക്കറ്റ് കയറിയാൽ പോലും ഒരു പക്ഷേ നിങ്ങൾക്ക് നഷ്ടം വരുന്ന ഒരവസ്ഥയുണ്ടാവും. അപ്പോൾ IV ക്രാഷ് വന്നാൽ നേക്കഡ് പൊസിഷനിൽ നഷ്ടത്തിൽ ചിലപ്പോൾ അവസാനിപ്പിക്കേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബൈ ഡയറക്ഷണൽ പൊസിഷനാണ് എടുത്തതെങ്കിൽ രണ്ടും കൂടി ആവറേജ് ചെയ്യേണ്ടി വരും. ഇത് രണ്ടും മനസ്സിൽ ഓർമ്മ വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത്, പൊസിഷൻ എടുക്കുന്നത്. പിന്നെ ഒരു ക്ലിയർ കട്ട് ഒരു ഇത് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെയുള്ള മേജർ ഈവൻറ്റ് ഡേയിൽ ട്രേഡ് ചെയ്യാതെ മാറി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കളികൾ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നടക്കുന്നതാണ്. മാർക്കറ്റിലായാലും എന്തൊക്കെയോ ചിരി വരുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. അവിടെ നിങ്ങൾ പണമാണ് ലക്ഷ്യം വയ്ക്കുന്നതെങ്കിൽ ഈ ഇതിനകത്ത് ഒരുപാട് ടെൻഷൻ എടുത്ത് ചിലപ്പോൾ ലാഭം അല്ലെങ്കിൽ നല്ല ഒരു ചെറിയ ലാഭം അല്ലെങ്കിൽ ചെറിയ നഷ്ടം അല്ലെങ്കിൽ വലിയ ലാഭം നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ടാവും. അപ്പോൾ മെയിൻലി ശ്രദ്ധിക്കേണ്ടത് IV ക്രാഷ് വരുന്നുണ്ടെങ്കിൽ ഒരു ഡയറക്ഷണൽ മൂവ്മെൻറ്റ് ഫിക്സ് ആയിക്കഴിഞ്ഞാൽ IV കുറയും. IV കുറയുമ്പം ഓപ്ഷൻ്റെ പ്രീമിയം കുറയും. പൊസിഷനിൽ മാർക്കറ്റ് കയറുന്നുണ്ടെങ്കിലോ ഇറങ്ങുന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് പൊസിഷനിൽ പ്രോഫിറ്റ് വരാത്ത അവസ്ഥ വരും. അപ്പോൾ ഒന്നുകിൽ ബൈ ഡയറക്ഷനിലാണെങ്കിൽ ആവറേജ് ചെയ്യണം, അല്ലെങ്കിൽ നേക്കഡ് ആണെങ്കിൽ ലോസ് ബുക്ക് ചെയ്യണം. ഇത് രണ്ടും തയ്യാറായിട്ട് വേണം ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. മുടക്കുന്ന മുതൽ സുരക്ഷിതമാക്കിയിരിക്കണം. അതേപോലെ വലിയ ട്രാപ്പിൽ ചെന്ന് പെടാതെ ഒരു സേഫായിട്ടുള്ള ട്രേഡിംഗ് സ്ട്രാറ്റജി ആയിരിക്കണം നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രാറ്റജി കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ വീഡിയോയുടെ ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റാതെ അടുത്ത വീഡിയോയിലേക്ക് അത് മാറ്റേണ്ടി വരും തോന്നുന്നു. എന്തായാലും നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ മുടക്ക് മുതൽ സുരക്ഷിതമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം മാർക്കറ്റിലെ മൂവ്മെൻറ്റ് നമുക്ക് പ്രോഫിറ്റായിട്ട് വരുത്താനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓപ്ഷൻ പ്രീമിയം എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത്, ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ ട്രേഡിംഗ് പഠിക്കാമെന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. പ്ലേലിസ്റ്റുകൾ എടുക്കാൻ അറിയുന്നവരാണെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയിട്ട് ഈ ചാനലിൽ പ്ലേലിസ്റ്റിൽ പോയിട്ട് ഓപ്ഷൻ
ട്രേഡിംഗ് പഠിക്കാം എന്നൊരു പിങ്ക് കളറിൽ ഒരു ബാനർ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3-ാമത്തെയും 4-ാമത്തെയും ചാപ്റ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ്റെ പ്രീമിയം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ IV-യുടെ ഒരു ഇമ്പോർട്ടൻസും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ IV ക്രാഷ് വന്നാൽ എങ്ങനെയാണ് പ്രീമിയം കുറയുന്നത് എന്നൊക്കെയുള്ള സംഭവങ്ങൾ നിങ്ങൾ നോക്കി വ്യക്തമായി പഠിച്ചു വെക്കുക. അത് അറിയുന്നവർക്ക് ഈ സ്ട്രാറ്റജിയിൽ ക്വിക്കായിട്ടുള്ള ചിലപ്പോൾ മാർക്കറ്റ് മൂവ് ചെയ്യുന്നതിനിടയ്ക്ക് ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആരും പറഞ്ഞു തരാതെ നിങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾക്ക് ഓപ്ഷൻ പ്രീമിയം എങ്ങനെയാണ്, പ്രൈസിങ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അറിയാവുന്നവർക്കാണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഒരു ചോദ്യം, ഈ ഞാനിവിടെ IV എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. IV എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഇൻട്രിൻസിക് വാല്യൂ ആണോ അല്ല ഇംപ്ലൈഡ് വൊളാറ്റിലിറ്റി ആണോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര ഏത് തന്നെയായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് സ്ട്രാറ്റജി അടുത്ത വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ സഹകരണം ഉറപ്പാക്കുക. നിങ്ങളുടെ സഹകരണത്തിലൂടെയാണ് ഈ ചാനൽ വിജയിച്ചു പോകുന്നത്. സോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.